ഹരേ കൃഷ്ണ രദേശ രദേശ ഹരേ നാരായണ ഹരി ഓം ഹരി ഓം. ഭഗവാന്റെ ഇന്നത്തെ ഉച്ചപൂജ അലങ്കാരം വന്നിട്ടുണ്ടല്ലേ. ഭഗവാന്റെ ദാമോദര മാസമാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന. ഓരോ ദിവസത്തെ ഭഗവാന്റെ കുസൃതികളാണല്ലേ നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് എന്തായിരിക്കും കുസൃതി ഒപ്പിച്ചിട്ടുണ്ടാവുക. അതേപോലെ ഓരോ ദിവസം എന്തൊക്കെയാണ് കുസൃതിയുടെ ഭാവത്തിൽ എങ്ങനെയാണ് കണ്ണൻ, പൊന്നുണ്ണി കണ്ണൻ, നമ്മുടെ ഉണ്ണി ഇന്ന് എങ്ങനെയാണെന്ന് ശ്രീലകത്ത് ഇരിക്കുന്നത് എന്ന് നമുക്ക് നോക്കണ്ടേ. കണ്ണനെ കാണണ്ടേ. പോവാൻ നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക്. ഗുരുഭവനപുരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രീലകത്തേക്കും എന്നോടൊപ്പം എൻ്റെ ശബ്ദത്തോടൊപ്പം എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമുക്ക് പൊന്നുണ്ണി കാണാനായിട്ട് പോവാം. എങ്ങനെയാണെന്ന് പൊന്നുണ്ണി ഇങ്ങനെ അവിടെ നിൽക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അങ്ങനെ നമ്മളെല്ലാവരും പോവാണ് കേട്ടോ. അങ്ങനെ കൊടിമരത്തിന്റെ താഴെ കൂടെ നമ്മളിങ്ങനെ ശ്രീലകത്തേക്ക് എത്താണ്. അതാ നോക്കുന്നു, നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമ്മളിങ്ങനെ കാത്തോണ്ട് നിൽക്കുന്നുണ്ട് അല്ലേ, പുഞ്ചിരിച്ചുകൊണ്ട്. ഇതാ എന്നെ കെട്ടിയിട്ടിരിക്കുന്നു. അതാ യശോദാമ്മ എന്താ ചെയ്തിരിക്കുന്നത്, അമ്മ എന്നെ വലിയൊരു ഒരലുമേലെ കയറൊക്കെ വെച്ചിട്ട് എന്നെ കെട്ടിയിട്ടിരിക്കുന്ന ഭാവമാണ്. സങ്കടം വല്ലതുണ്ടോ? ചെറുതായിട്ട് ചെറിയ സങ്കടം ഉണ്ടല്ലേ ആ പൊന്നുണ്ണിക്ക്. അങ്ങനെ ഉണ്ണിയുടെ കുറുമ്പ് വല്ലാത്തൊരു കുറുമ്പാണല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാം. പൊന്നുണ്ണി ഇങ്ങനെ കുറുമ്പ് കാണിച്ചുകൊണ്ടേയിരിക്കും. അമ്മയ്ക്ക്, യശോദാമ്മയ്ക്ക് ചിലപ്പോൾ സഹിക്കാൻ പറ്റില്ല അല്ലേ. ഏതൊരമ്മയ്ക്കാ സഹിക്കാൻ പറ്റുക. കുഞ്ഞുങ്ങൾ ഇത്രയും കുറുമ്പൊക്കെ കാണിക്കുമ്പോൾ വല്ലാത്തൊരു ദേഷ്യമൊക്കെ വരും അല്ലേ. പക്ഷെ അത് കുറച്ച് നേരത്തേക്ക് ഉണ്ടാവുള്ളൂ അല്ലേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെ നമ്മുടെ പൊന്നുണ്ണി എന്താ കുറുമ്പ് കാണിച്ചത്, പാല് കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. യശോദാമ്മയുടെ അമ്മയിൽ നിന്ന് അമ്മിഞ്ഞ പാല് കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് അമ്മ അതാ പാല് തിളച്ച് തൂവുന്നത് കണ്ടപ്പോൾ അന്നേരം വേഗം പോയിട്ട് അയ്യോ പാലൊക്കെ തിളച്ച് തൂവിപ്പോയല്ലോ എന്നും പറഞ്ഞിട്ട് അങ്ങനെ അവിടെ ചെല്ലുവാണല്ലേ. അത് ഉണ്ണിക്ക് അത്ര അങ്ങ് രസിച്ചില്ല. അതായിരുന്നു പ്രശ്നം. അത് ഉണ്ണിക്ക് വലിയ സങ്കടമായി. ആ പാല് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് തോന്നുന്ന ഒരു മനസ്സിൻ്റെ ഒരു ഇതാ, കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ബ്രേക്ക് ചെയ്യുന്നു അല്ലേ. അപ്പോൾ പൊന്നുണ്ണി എന്താ ചെയ്തത്, പൊന്നുണ്ണിക്ക് അങ്ങ് ദേഷ്യം വന്നു. അമ്മ അതാ പോയല്ലോ അടുക്കളയിലേക്ക്. അങ്ങനെ പൊന്നുണ്ണി എന്താക്കി, പൊന്നുണ്ണി അവിടെയുള്ള കുറേ വെണ്ണയുടെ ഒക്കെ കുടങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിരുന്നത് കുറേയൊക്കെ തല്ലി ഉടച്ചു, കുറുമ്പൊക്കെ കാണിച്ചു. അങ്ങനെ കുറേയൊക്കെ തല്ലി ഉടച്ചിട്ടുണ്ട്. പിന്നെ അതങ്ങ് കുറേ അങ്ങ് വാരി തിന്നാനും തുടങ്ങി. അങ്ങനെ മേലാകെ വെച്ച് തേച്ച്, മുഖത്തും തലയിലും എല്ലായിടത്തും വെച്ച് തേച്ച് എന്തൊക്കെയോ കാണിച്ചു കൂട്ടി. അങ്ങനെയുള്ള പൊന്നുണ്ണി കാണാൻ അതാ അമ്മ യശോദാമ്മ തിരിച്ചു വരുമ്പോ പൊന്നുണ്ണി എങ്ങനെയാ ഇരിക്കുന്നത്, എൻ്റെ ദൈവമേ എല്ലാം കൂടി മേലൊക്കെ വാരി തേച്ചിരിക്കുകയാണ്. സങ്കടം വരില്ലേ. പൊന്നുണ്ണി അതാ തലയിൽ കൂടെ ഒക്കെ വെണ്ണയൊക്കെ തേച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ്. മുഖത്ത് മൊത്തം വെണ്ണയുണ്ട്. എന്തൊരു കുസൃതി അല്ലേ. കുസൃതി ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മയ്ക്ക് പെട്ടെന്ന് എന്തോ ചെയ്യണം. ഈ കുറുമ്പ്, ഈ കുഞ്ഞുണ്ണി കുറുമ്പൻ എന്തോ ആക്കണം. അങ്ങനെ പൊന്നുണ്ണിയെ കണ്ണൻകുട്ടിയെ എന്താ ചെയ്യുന്നത്, നിന്റെ കുറുമ്പ് കുറെ നാളായി സഹിക്കുന്നു എന്നും പറഞ്ഞ് അമ്മയ്ക്ക്, യശോദാമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ. ഇതിപ്പോ എന്താ ചെയ്യാ, അടിച്ചിട്ട് കാര്യമില്ല എന്നറിയാം. ഇത് കുറെ തല്ലൊക്കെ കിട്ടിയതാണ്, പിന്നെ അടിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. അതാ നോക്കുന്നു അവിടെ ഒരു ഒരല് അറിയാലോ അല്ലേ, ഒരല്. അപ്പൊ ആ ഒരലുമേലെ അന്നേരം ഒരു കയറും കിട്ടി. നിന്നെന്ന് അവിടെ കെട്ടിയിട്ട് തന്നെ കാര്യം. എന്താ അല്ലേ ഉണ്ണിക്ക്. ആ ഒരലുമേലെ കയറ് വെച്ചിട്ട്, അതാണ് ദാമോദരൻ എന്ന ദാമം വെച്ച് ദാമം കൊണ്ട് കെട്ടിയവനെ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെ ആ കയറ് കൊണ്ട് ഒരലിൽ കെട്ടിയവനെ, അതാണ് ദാമോദരൻ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെ പൊന്നുണ്ണിയെ അങ്ങനെ നമ്മുടെ യശോദാമ്മ ഇങ്ങനെ ആ ഒരലിന്മേലെ കയറ് വെച്ച് ഇങ്ങനെ കെട്ടി അവിടെ നിർത്തിക്ക. ഇനി നീ എങ്ങോട്ടെങ്കിലും പോകുന്നത്, ഈ ഒരലും വലിച്ച് എങ്ങോട്ടെങ്കിലും പോകുന്നത് ഞാനൊന്ന് കാണട്ടെ എന്ന ഭാവത്തില് പൊന്നുണ്ണി അങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നു. പൊന്നുണ്ണി അങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് ആ പൊന്നോടെ കുഴൽ വലത്തെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്, ഇടത്തെ കൈ ഇങ്ങനെ അരയിൽ കുത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ പൊന്നുണ്ണി മനോഹരമായ പുഞ്ചിരിയോടുകൂടി ആ കണ്ണിലെ തിളക്കത്തോടുകൂടി അങ്ങനെ അരമണിക്ക് ഇങ്ങനെ കാലത്തുള്ളതൊക്കെ കെട്ടിയിട്ട് അതിമനോഹരമായ ആ മുഖഭാവത്തോടു കൂടി അങ്ങനെ കഴുത്തിലും കുറേ മാലയുണ്ട്. ഉണ്ടമാല, വനമാലയൊക്കെ സാധാരണ പോലെ ഉണ്ട് അല്ലേ. നമുക്ക് ഉച്ചപൂജ അലങ്കാരമാണ്. അലങ്കാരത്തിൽ ഒരുപാട് നെയ്വിളക്കിൻ്റെയൊക്കെ ശോഭയിൽ ഇങ്ങനെ തിളങ്ങി വിളങ്ങി നിൽക്കുന്ന അതാ ഇങ്ങനെ ഒരലുമ കെട്ടി വെച്ചിട്ടുള്ള ഒരു കുഞ്ഞുണ്ണിയാണ് നമ്മൾ ഇന്ന് കാണുന്നത് കേട്ടോ. അങ്ങനെ ഉണ്ടമാലയും വനമാലകളൊക്കെ ചാർത്തിക്കൊണ്ട് ആ പൊന്നുണ്ണി അതാ ഇങ്ങനെ
മയിൽപ്പീലിയൊക്കെ നെറുകയിൽ കുത്തിക്കൊണ്ട് അമ്മ ഒരുക്കി വെച്ച പോലെ തന്നെ പൊന്നുണ്ണിയെ യശോദാമ്മ ഒരുക്കി വിട്ടിരിക്കുന്നു. അങ്ങനെയുള്ള പൊന്നുണ്ണി വലത്തെ കയ്യിൽ ഉടക്കൊള്ളൊക്കെ ഉണ്ട്. വയറൊക്കെ വെണ്ണ കുറേ കഴിച്ചതുകൊണ്ട് വയറൊക്കെ നന്നായി നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭാവമാണ്. എല്ലാം സുന്ദരനായിട്ട് അങ്ങനെ പൊന്നുണ്ണി അങ്ങനെ നിൽക്കുകയാണ് അല്ലേ. അങ്ങനെ ആ കയറ് വെച്ച് കെട്ടിയിരിക്കുന്ന ആ പൊന്നുണ്ണിയാണ് നമ്മളിന്ന് ശ്രീലകത്ത് കാണുന്നത് അല്ലേ. എന്താ കാണുമ്പോൾ നമുക്കാണ് സങ്കടം വരുന്നത്. അയ്യോ എൻ്റെ ഉണ്ണി എങ്ങനെയാണല്ലോ യശോദാമ്മ കെട്ടി വെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് തോന്നാം. അങ്ങനെ പൊന്നുണ്ണി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചുറ്റുപാടൊക്കെ നോക്കി. അപ്പോൾ ആരെയും കാണുന്നില്ല. അമ്മയുടെ കാര്യങ്ങളിലേക്ക് പോയി. അങ്ങനെ പൊന്നുണ്ണി അതാ ഉരലും വെച്ച് ഇങ്ങനെ വലിച്ചോണ്ട് ഇങ്ങനെ പോവാൻ തുടങ്ങി. സാധ്യമാണോ അത്? സാധ്യമാണ്. ഭഗവാനാണ്, സാക്ഷാൽ പൊന്നു ഗുരുവായൂരപ്പനാണ്. സാധ്യമല്ലാത്തത് എന്താ ഉള്ളത്? ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെ ഉരലും വലിച്ചു പോകുന്ന പൊന്നുണ്ണി ഇങ്ങനെ പോകുന്നു കേട്ടോ. അപ്പം രണ്ട് ഇങ്ങനെ മരുത മരങ്ങൾ ഇങ്ങനെ ഉണ്ട്. അതിൻ്റെ ഇടയിലുണ്ട് കയറ് വിട്ട് അങ്ങനെ ഒരലപ്പുറത്തുമായി, ഉണ്ണി ഇപ്പുറത്തേക്കുമായി, കയറ് അങ്ങനെ മിഡിലുമായി. അങ്ങനെ നിൽക്കുമ്പോൾ എന്തോ ശക്തമായിട്ടൊന്ന് വലിച്ചേ. അപ്പോഴാണ് ആ രണ്ട് മരുത മരങ്ങൾ അങ്ങനെ രണ്ട് ഭാഗത്തേക്ക് നിലം പതിക്കുന്നു. എന്ത് ശക്തിയല്ലേ പൊന്നുണ്ണിക്ക്! അങ്ങനെ നിലം പതിച്ചു. അപ്പോൾ എന്താണ് സംഭവം? കുബേരൻ്റെ മക്കളായിട്ടുള്ള എന്താണ് നളകൂബരനും മണിഗ്രീവനുമാണ് കേട്ടോ. ഇവർ രണ്ടുപേരാണ്. നളകൂബരനും മണിഗ്രീവനാണ് ആ രണ്ട് മരങ്ങൾ. അങ്ങനെ കുബേരൻ്റെ മക്കളാണ്. നാരദ മുനി വരുമ്പോഴത്തേക്ക് അങ്ങനെ എന്തൊക്കെയോ ചെറിയ ഇഷ്യൂ. അപ്പോൾ അത് കണ്ടപ്പോൾ ഇങ്ങനെ അവരെ ശപിച്ചേക്കുക അന്ന് കേട്ടോ. നാരദ മുനി ശപിച്ചതാണ്. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ രണ്ട് മരുത മരങ്ങളായി പോട്ടെ എന്ന് ശപിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇവരാണ് അന്നേരം പറയാണ്, നമുക്ക് ഭഗവാൻ പൊന്നുണ്ണിക്കണ്ണൻ അമ്പാടിയിൽ ജനിക്കുമെന്നും പൊന്നുണ്ണി ഇങ്ങനെ ആ ഉരലും കയറും ഒക്കെ കെട്ടിയിട്ട് ഇങ്ങനെ വരുമെന്നൊക്കെ പറയാണ്. അങ്ങനെ വന്നിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും മോക്ഷം ലഭിക്കുമെന്ന് പറയാണ് അല്ലേ. എന്താ അല്ലേ, ആ ഭഗവാന്റെ അവർക്ക് മോക്ഷം ലഭിക്കുകയാണ്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെ അത് ആ ഒരു ദാമോദര ലീലയാണ് നമ്മളിന്ന് ശ്രീലകത്ത് കാണുന്നത്. അങ്ങനെ ആ രണ്ട് ദേവന്മാരായിട്ടുള്ളവർക്ക് രണ്ടുപേർക്കും മോക്ഷം കൊടുക്കുകയാണ്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. പൊന്നുണ്ണി അങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെയുള്ള പൊന്നുണ്ണിയുടെ അതിമനോഹരമായ ഭാവത്തെയാണ് നമ്മളിന്ന് ശ്രീലകത്ത് കാണുന്നത്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. എപ്പോഴും ഉച്ചപൂജ അലങ്കാരത്തിൽ നമ്മളിങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പല കാര്യങ്ങളും ഉച്ചപൂജ അലങ്കാരത്തിൽ ഞാൻ പറയുമ്പോൾ പറയാറുണ്ട്. സത്യത്തിൽ ആ ഉരല് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതമാണെന്നും ആ കയർ ധാമം എന്ന് പറയുന്ന ആ കയറുണ്ടല്ലോ, ധാമമുണ്ടല്ലോ, അത് സാക്ഷാൽ നാരായണനാണ്, സാക്ഷാൽ ഭഗവാനാണ്. നമ്മളെ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ആ ജീവിതമെന്ന ആ ഉരലുമേൽ നമ്മളെ ആ കയറ് കൊണ്ട് നമ്മളെ ബന്ധിപ്പിച്ചിരിക്കുന്നു. സാക്ഷാൽ പൊന്നു ഗുരുവായൂരപ്പൻ നമ്മളെ ഇങ്ങനെ ഭഗവാനെ ചേർത്ത് പിടിച്ചിരിക്കുന്നു, നമ്മളെ ബന്ധിപ്പിച്ചിരിക്കുന്നു. നമ്മുടെ ജീവിത ലക്ഷ്യത്തിലേക്കായിട്ട് ഭഗവാൻ നമ്മളെ ചേർത്ത് പിടിക്കുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെയുള്ള ഭാവമാണ് ഈ ദാമോദര ഭാവത്തിൽ എനിക്ക് കാണുമ്പോൾ തോന്നാറ്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെയുള്ള ഭാവത്തിൽ ആ പൊന്നുണ്ണിക്കണ്ണനെ കാണാൻ സാധിച്ച, ആ ദാമോദര ലീലയാടുന്ന പൊന്നുണ്ണിക്കണ്ണനെ കാണാൻ സാധിച്ച എന്നോടൊപ്പം ഭഗവാന്റെ അടുത്തേക്ക് ശ്രീലകത്തേക്ക് എത്തിയിട്ടുള്ള നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു ഭാവം കാണാൻ സാധിച്ചു എന്നുള്ളതാണ് സത്യം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ഭഗവാൻ എന്ന കയറുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഭഗവാന്റെ ഭക്തരായ ഓരോരുത്തരെയും ആ പൊന്നുണ്ണി അങ്ങനെ ഭഗവാനിലേക്ക് ചേർത്ത് യോജിപ്പിച്ച് കെട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മളെ ആശ്വസിപ്പിക്കുന്നു. അല്ലെങ്കിൽ നമ്മളെങ്ങനെ പുറത്ത് തലവിടുന്നു. ഞാനുണ്ട് കൂടെ, എല്ലാറ്റിനും ആശ്വാസമായിട്ട് എന്നെ ഒന്ന് വിളിച്ചാൽ മതി, എൻ്റെ കണ്ണാ എന്നൊന്ന് വിളിച്ചാൽ ഓടി വരില്ലേ ഞാൻ എന്ന് നമ്മളോട് പറയുന്നു കണ്ണൻ. അതാണ് ഇന്നത്തെ ദാമോദര
ലീല. അങ്ങനെ പൊന്നുണ്ണി നമ്മളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് സ്നേഹവും നമ്മുടെ നന്മയും എല്ലാം പൊന്നുണ്ണി അറിയുന്നുണ്ട്. എല്ലാ ഭക്തരുടെ മനസ്സറിയുന്നുണ്ട് അല്ലേ. നമ്മൾ എവിടെ ഇരുന്ന് വിളിച്ചാലും എൻ്റെ കണ്ണാ എന്നൊന്ന് വിളിച്ചാൽ ആ പൊന്നുണ്ണി കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടിയെത്തുന്നുണ്ട് അല്ലേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഇങ്ങനെ നമ്മളോട് അടുപ്പിക്കുന്ന ആ സ്നേഹത്തെ, ആ ഒരു ഭഗവാന്റെ ആ നന്മയിലൂടെ നമുക്കും സഞ്ചരിക്കാം. ആ പൊന്നുണ്ണിയെ മനസ്സിലിങ്ങനെ ധ്യാനിച്ചുകൊണ്ട് ഈ ദാമോദര രൂപം എല്ലാവരുടെ മനസ്സിലേക്കും വരിക കേട്ടോ. അങ്ങനെ കണ്ടുകൊണ്ട് ഭഗവാനെ കണ്ടുകൊണ്ട് നെയ്വിളക്കിൻ്റെ ശോഭയിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെ നമുക്കിന്ന് ശ്രീലകത്ത് കാണാം. അതിമനോഹരമായ പുഞ്ചിരിക്കുന്ന ഭാവത്തോടെ ഈ കയറും ഉരുളും ഒക്കെ എന്താ എന്നൊക്കെ വളരെ നിസ്സാരമായിട്ട് തോന്നുന്ന അങ്ങനെ പൊന്നുണ്ണിയുടെ ഈ പ്രപഞ്ച സൃഷ്ടാവാണ് സാക്ഷാൽ ഗുരുവായൂരപ്പൻ. ആ പൊന്നു ഗുരുവായൂരപ്പന് എന്താ അറിയാത്തത്? എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണോ? നമ്മളെയൊക്കെ എപ്പോഴേ അറിഞ്ഞിരിക്കുന്നു. നമ്മുടെ മനസ്സ് എന്നേ അറിഞ്ഞിരിക്കുന്നു കണ്ണൻ. ആ കണ്ണനോട് എപ്പോഴും നമുക്ക് ആ പൊന്നു തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട്, ഭഗവാനെ കണ്ടുകൊണ്ട്, താണ് വണങ്ങിക്കൊണ്ട്, ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഭഗവാന്റെ നിത്യമായ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. രാധേശ്വര രാധേശ്വര. അതുപോലെ ഭഗവാനെ കാണാനായിട്ട് ഗുരുഭവനപുരിയിൽ എത്തിയിട്ടുള്ള എല്ലാവർക്കും ഭഗവാന്റെ ദിവ്യമായ ആ ഭാവത്തെ കണ്ട് നമസ്കരിക്കാൻ സാധിച്ചു എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഈ ഭൂമിയിലെ എല്ലായിടത്തും, ഈ ലോകത്തെ എല്ലായിടത്തും അസുഖമായിട്ട് സുഖമില്ലാതെ ഒരു നേരമെങ്കിലും ഒന്ന് അവിടെ പോയി ഒന്ന് ആ ഭഗവാനെ കാണാനായിട്ട് ആ ശ്രീലകത്ത് ഇങ്ങനെ പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണനെ കാണാനായിട്ട് സാധിക്കാതെ സുഖമില്ലാതെ രോഗത്തിലും ദുരിതത്തിലും കഷ്ടപ്പെടുന്ന അവരെയാണ് എപ്പോഴും ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം എൻ്റെ ഈ വാക്കുകളിലൂടെ അവരുടെ മനസ്സിലും ഭഗവാന്റെ ആ പൊന്നു രൂപത്തെ കാണിച്ചു കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരിലും എൻ്റെ ശബ്ദം എല്ലാവരിലും എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഭഗവാനെ ഈ രൂപത്തിൽ കണ്ട് ആ ഭഗവാന്റെ ആ ദിവ്യമായ ചൈതന്യത്തിൽ എല്ലാവരുടെ മനസ്സും കുളിർത്ത് തളിർത്ത് ഭഗവാൻ ഉള്ളിൽ വന്ന് നിറയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. രാധേശൻ രാധേശൻ. ഹരേ നാരായണ ഹരേ നാരായണ. ഹരി ഓം ഹരി ഓം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ.